അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 28-ാമത്തെ അധ്യായത്തിൽ 53-ാമത്തെ ശ്ലോകം മുതൽ 69-ാമത്തെ ശ്ലോകം വരെ നമ്മളിപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കണം. വ്യാസ ഉവാച ഇതി തദ്വചനം ശ്രുത്വാ പ്രത്യുവാച വിദേഹജാ ദിവ്യം ദൃഷ്ട്യായതിം ജ്ഞാത്വാ മന്ദോദര്യാപതിം തദാ. രാജാ ദശരഥ ശ്രീമാംശ്ചത്വാരാസ്തസ്യ വൈസുതാ. തേഷാം ജ്യേഷ്ഠപതിർമേസ്തി രാമനാമേതി വിശ്രുതാ. വിവാസിതോധ കൈകേയ്യാ കൃതേ ഭൂപതിനാ വരേ. ചതുർദശ സമാ രാമോ വസതേത്ര സലക്ഷ്മണ. ജനകസ്യ സുതാ ചാഹം സീതാനാംനീതി വിശ്രുതാ. ഭങ്ക്ത്വാ ശൈവം ധനുഃകാമം രാമേണാഹം വിവാഹിത. രാമബാഹുബലേനാത്രാവസാമോ നിർഭയാ വനേ. കാഞ്ചനം മൃഗമാലോക്യ ഹന്തും മേ നിർഗതപതി. ലക്ഷ്മണോപി പുനഃശ്രുത്വാരവം ഭ്രാതുർഗതോധുനാ. തയോർബാഹുബലാദത്രാ നിർഭയാഹം വസാമി വൈ. മയേദം കഥിതം സർവം വൃത്താന്തം വനവാസകേ. തേത്രാഗത്യാർഹണാം തേ വൈ കരിഷ്യന്തി യഥാവിധി. യതിർ വിഷ്ണുസ്വരൂപോസി തസ്മാത് ത്വം പൂജിതോ മയാ. ആശ്രമോ വിപിനേ ഘോരേ കൃതോസ്തി രക്ഷസാം കുലേ. തസ്മാത് ത്വാം പരിപൃച്ഛാമി സത്യം ബ്രൂഹി മമാഗ്രത. കോസി ത്രിദണ്ഡിരൂപേണ വിപിനേ ത്വം സമാഗത. രാവണ ഉവാച
ലങ്കേശോഹം മരാളാക്ഷി ശ്രീമാൻ മന്ദോദരീപതി ത്വൽകൃതേ തു കൃതം രൂപം മയേദ്ധം ശോഭനാകൃതേ ആഗതോഹം വരാരോഹേ ഭഗിന്യാ പ്രേരിതോത്ര വൈ ജനസ്ഥാനേ ഹതൗ ശ്രുത്വാ ഭ്രാതരൗ ഖരദൂഷണൗ അംഗീകുരുനൃപം മാം ത്വം ത്യക്ത്വാ തം മാനുഷം പതിം ഹൃതരാജ്യം ഗതശ്രീകം നിർബലം വനവാസിനം പട്ടരാജ്ഞീ ഭവ ത്വം മേ മന്ദോദുര്യുപരിസ്ഫുടം ദാസോസ്മി തവ തന്വംഗീ സ്വാമിനി ഭവഭാമിനി ജേതാഹം ലോകപാലാനാം പതാമി തവ പാദയോ കരം ഗൃഹാണമേദ്യത്വം സനാഥം കുരു ജാനകി പിതാ തേ യാചിതപൂർവം മയാ വൈ ത്വൽകൃതേ ബലേ ജനകോ മാമുവാചേദ്ധം പണബന്ധോ മയാ കൃതാ രുദ്രചാപഭയാന്നാഹം സംപ്രാപ്തസ്തു സ്വയംവരേ മനോ മേ സംസ്ഥിതം താവൽ നിമഗ്നം വിരഹാതുരം വനേത്ര സംസ്ഥിതാം ശ്രുത്വാ പൂർവാനുരാഗമോഹിതാ ആഗതോസ്മ്യസിതാപാംഗീ സഫലം കുരു മേ ശ്രമം. ഇത് ശ്രീമദ്ദേവി ഭാഗവതേ തൃതീയ സ്കന്ധേ അഷ്ടാവിംശോധ്യായ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം ഇവിടെ തൃതീയ സ്കന്ധം 28-ാമത്തെ അധ്യായത്തിൽ 53-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, മണ്ഡോദരീപതിയാകും അവനെ വിശ്വസിച്ചല്ലോ മഹായതി എന്നു കരുതിട്ടു പറഞ്ഞു. ദശരഥ രാജനുണ്ട്, 4 പുത്രന്മാരുമുണ്ട്, അവരിൽ ജ്യേഷ്ഠനാം രാമൻ എന്റെ പതി താൻ. രാജൻ കൈകേയിക്കു നൽകി വരങ്ങളെ, അതിനാല് രാജ്യം ഉപേക്ഷിച്ച അദ്ദേഹം വനത്തിലെത്തി. രാമൻ 14 വർഷം വനത്തിലായി കഴിയണം. രാമസോദരൻ ലക്ഷ്മണൻ കൂടെയുണ്ടല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജനകന്റെ പുത്രിയായ സീത ഞാനും ശൈവചാപം മുറിച്ചു രാമൻ എന്നെയും തൻ ഭാര്യയാക്കി. രാമന്റെ കൈക്കരുത്താലെ നിർഭയമായി കഴിയുന്നു. സ്വർണമാനീനെ തേടി എൻ ഭർത്താവു പോയി. ലക്ഷ്മണനും അങ്ങോട്ടു പോയി. ഇരുവരുടെയും വീര കൈക്കരുത്താൽ നിർഭയമായി കഴിഞ്ഞിടുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വനവാസ കഥ ചൊല്ലി അവരിപ്പോൾ തിരിച്ചെത്തും. വേണ്ട പോലെ അതിഥി പൂജയും ചെയ്തിടും. യതി ഭവാൻ വിഷ്ണു രൂപൻ, അതിനാലെ പൂജിച്ചു ഞാൻ. രാക്ഷസന്മാർ തന്റെ മധ്യയാണ് ഈ ആശ്രമം. അതിനാലെ സത്യം ചൊല്ലു സന്യാസി തൻ വേഷത്തോടെ. ആരണ്യകം തന്നിൽ വന്ന അങ്ങു ആരാണ്? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മരാളാക്ഷി, രാവണൻ പറഞ്ഞു, മരാളാക്ഷി ലങ്കാധിപൻ മണ്ഡോദരീപതി ഞാനും. മംഗളാംഗേ നിനക്കായിട്ടാണ് എന്റെ രൂപം.
ധരദൂഷണാദികളാമെൻ സോദരർ കൊല്ലപ്പെട്ടു. മമ സോദരി തൻ പ്രേരണയാൽ ഞാനെത്തി. രാജീശ്വര്യം നഷ്ടപ്പെട്ടു കാട്ടിൽ കഴിയുന്നവനെ ഉപേക്ഷിക്കൂ, രാജാവായ എന്നെ വരിക്കൂ. മണ്ടോദരിക്കും മുകളിൽ പട്ടമഹിഷിയാക്കിടാം. കവദാസൻ നീ എന്നുടെ സ്വാമി നീയാകും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ലോകപാലകർക്കു സ്വാമി നിന്നൂടെ കാൽക്കൽ വീഴുന്നു. കൈപിടിച്ചു എന്നെ നീയും സനാഥനാക്കൂ. പണ്ടു നിന്റെ അച്ഛനോടു നിന്നെ യാചിച്ചവൻ ഞാനും. പന്തയം നിശ്ചയിച്ചെന്നു പറഞ്ഞ ദേഹം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശൈവചാപത്തെ ഭയന്നു ഞാനും അന്നു വന്നതില്ല. അന്നു മുതൽ എൻ ഹൃദയം നിന്നെ തേടുന്നു. നിന്നെ തേടി പൂർവാനുരാഗ വിവശനായി ഞാനും എത്തി. എന്റെ ശ്രമം നീയും സഫലമാക്കൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ഞാനംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരപൂജയായി നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 309 ദിവസം. തൃതീയസ്കന്ധം 28 അധ്യായത്തിൽ 53 ശ്ലോകം മുതലാണ് ഇന്ന് നാം പാരായണം ചെയ്തത്, ഭാഷാഗാനമായി പാടിയത്. ഇപ്പതാ വീണ്ടും പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നത്. ഇവിടെ രാമായണ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ രാവണൻ വേഷം മാറി സീതാദേവിയുടെ അടുത്തേക്ക് വരുന്നു. സന്യാസരൂപത്തിലുള്ള രാവണനെ സ്വീകരിക്കുന്നു. അങ്ങ് വിഷ്ണുരൂപമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നത് എന്നൊക്കെ അവിടെ പറയുകയാണ്. ആരാണ് രാമൻ എന്നുള്ളത് സീതാദേവി രാവണന് വിശദീകരിക്കുന്നതായിട്ട് വേദവ്യാസൻ ജനമേജയ മഹാരാജാവിന്, പരീക്ഷത്തിൻ്റെ പുത്രനായ ജനമേജയ മഹാരാജാവിന് വിശദീകരിക്കുന്ന രംഗങ്ങളാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
വ്യാസൻ പറയുന്നു. വ്യാസ ഉവാച ഇതി തദ്വചനം ശ്രുത്വാ പ്രത്യുവാച വിദേഹജ. രാവണൻ ചോദിച്ചു, നീ ആരാണ്, ആരുടെ ഭാര്യയാണ്, ആരുടെ സഹോദരിയാണ്, ആരുടെ മകളാണ് എന്നൊക്കെ ചോദിച്ചു. അച്ഛനാര്, സഹോദരനാര്, പതിയാര് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ വാക്കുകൾ കേട്ട്, ഇതി തദ്വചനം ശ്രുത്വ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് പ്രത്യുവാച വിദേഹജ, തിരിച്ച് ആ പ്രതിവചനം ചെയ്തു വിദേഹജ, വിദേഹ പുത്രിയായിരിക്കുന്ന വൈദേഹിയായിരിക്കുന്ന സീതാദേവി. ദിവ്യം ദിഷ്ട്യാ യതിം ജ്ഞാത്വാ മന്ദോദര്യാ പതിം തഥാ. യതിയാണ് എന്ന് വിധിവശാൽ തോന്നി എന്നാണ്. ദിവ്യനായ, വളരെ ശ്രേഷ്ഠനായ ദിവ്യം യതിം ജ്ഞാത്വ, അങ്ങനെയാണെന്ന് വിചാരിച്ചു. ആരെ? മന്ദോദര്യാ പതിം തഥാ. മന്ദോദരി, മണ്ഡോദരി രണ്ടും പറയാറുണ്ട് അല്ലേ? മന്ദോദരീപതിയായിരിക്കുന്ന രാവണനാണ് ആ എന്ന് തിരിച്ചറിയാതെ ഇതൊരു യതിയാണെന്ന് കരുതി അദ്ദേഹത്തിനോട് പറഞ്ഞു. രാജാ ദശരഥ ശ്രീമാൻ ചത്വാരാസ്തസ്യ വൈസുതാം. ശ്രീമാനായിരിക്കുന്ന ദശരഥൻ എന്ന ഒരു രാജാവ്, അദ്ദേഹത്തിന് ചത്വാരാസ്തസ്യ വൈസുത, 4 പുത്രന്മാരുണ്ട്. തേഷാം, അവരിൽ ജ്യേഷ്ഠനായിരിക്കുന്ന പതിർമേ അസ്തി രാമനാമേതി വിശ്രുത, രാമനാമത്താൽ വിശ്രുതനായ, രാമൻ എന്ന പേരോടുകൂടി പുകഴ്പെറ്റ അവരുടെ ഏട്ടനായ, 4 പേരിൽ ഏറ്റവും ശ്രേഷ്ഠനും ജ്യേഷ്ഠനുമായിരിക്കുന്ന രാമനാണ് എൻ്റെ ഭർത്താവ്. പിന്നെ അതിനുശേഷം പറഞ്ഞു, വിവാസിതോധ കൈകേയ്യ കൃതേ ഭൂപതിനാവരേ. രാജാവ് കൈകേയിക്ക് നൽകിയ വരത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന്, ആർക്ക്? തൻ്റെ ഭർത്താവിന്, ചതുർദശ സമാരാമോ വസതയത്ര സലക്ഷ്മണ, 14 വർഷം അദ്ദേഹത്തിന് രാമന് വനത്തിൽ താമസിക്കേണ്ടി വന്നു ലക്ഷ്മണനോട് കൂടി. അതാണ് അപ്പോൾ 14 വർഷം വനത്തിൽ അദ്ദേഹത്തിന് ലക്ഷ്മണനോടുകൂടി വസിക്കണം എന്നുള്ള അവസ്ഥ വന്നു. ജനകസ്യ സുതാജാഹം, ഞാനോ, ഞാൻ ജനകന്റെ പുത്രിയാണ്. അപ്പോൾ രാമനെക്കുറിച്ച്, തൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറയുന്നതാണ്, അല്ലെങ്കിൽ ഭർത്താവിലൂടെ തൻ്റെ വ്യക്തിത്വത്തെ അനാവരണം ചെയ്യലാണ് പഴയ കാലത്തെ രീതി. അല്ലാതെ ഇന്നാളുടെ മകള് എന്നല്ല ആദ്യം പറഞ്ഞത്, ഇന്നാളുടെ ഭാര്യയാണ്. സത്യത്തിൽ മകളായതിനു ശേഷമാണ് ഭാര്യയായത്. ഏതായാലും ജനകരാജാവിൻ്റെ സീതാനാംനീതി വിശ്രുത, വിശ്രുതയായ വിഖ്യാതയായ പുത്രിയാണ് സീത. ആ സീത വിഖ്യാതയാവാൻ എന്താ കാരണം? രാമപത്നിയായി അല്ലേ? ശൈവചാപം ഭഞ്ജിച്ച് രാമൻ എന്നെ വിവാഹം കഴിച്ചു. ഭങ്ക്ത്വാ ശൈവം ധനുക്കാമം രാമേണാഹം വിവാഹിത. ആ ചാപത്തെ ഭഞ്ജിച്ചിട്ടാണ് രാമൻ എന്നെ വിവാഹം ചെയ്തത്. രാമബാഹുബലേനാത്ര വസാമോ നിർഭയാവനെ. എന്തുകൊണ്ടാണ് ഈ കാട്ടിലിങ്ങനെ പേടിയില്ലാതെ കഴിയണത്? അല്ലെങ്കിൽ ക്രൂരമൃഗങ്ങളും രാക്ഷസന്മാരൊക്കെ ഉള്ള സ്ഥലമല്ലേ എന്നങ്ങ് ചോദിച്ചില്ലേ? അതിനുള്ള മറുപടിയാണ് പിന്നെ പറയണത്. രാമന്റെ കൈക്കരുത്തിനാൽ, രാമബാഹുബലേനാത്ര അത്ര വസാമോ നിർഭയാവനെ. ഇവിടെ ഈ വനത്തിൽ ഒരു പേടിയുമില്ലാതെ കഴിയണു. കാഞ്ചനം മൃഗമാലോക്യ ഹന്തുമ്മേ നിർഗതപതി. എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഒരു സ്വർണമാനിനെ കണ്ടിട്ട് അതിനെ പിടിക്കാനായിട്ട് പോയേക്കാണ്. ഇനി ലക്ഷ്മണനെ കുറിച്ച് പറഞ്ഞു, ഭർത്താവിൻ്റെ അനുജൻ. ലക്ഷ്മണോപി പുനഃശ്രുത്വാ രവം ഭ്രാതുർഗതോധുന. ലക്ഷ്മണനും തൻ്റെ ഏട്ടൻ്റെ സഹോദരൻ്റെ ശബ്ദം കേട്ടിട്ട് ഇപ്പം അങ്ങോട്ട് പോയേക്കാണ്. തയോർബാഹുബലാതത്ര നിർഭയാഹം വസാമി വൈ. ആ രണ്ടുപേരുടെയും ബാഹുബലം കൊണ്ട്, കൈക്കരുത്തുകൊണ്ടാണ് നിർഭയാഹം വസാമി വൈ. നേരത്തെ പറഞ്ഞു ഇല്ലേ, രാമന്റെ കൈക്കരുത്തുകൊണ്ടാണ് ഞാൻ വസാമോ നിർഭയാവനെ എന്ന് പറഞ്ഞു. ഇപ്പോൾ ലക്ഷ്മണനും അതെ, വളരെ കൈക്കരുത്തുള്ള വീരനാണ്, ശൂരനാണ്, പരാക്രമിയാണ്. മയേദം കഥിതം സർവം വൃത്താന്തം വനവാസകേ. വനവാസത്തിൻ്റെ കഥ മുഴുവൻ ഞാനിപ്പോൾ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. തേത്രാഗത്യ അർഹണാം തേ വൈ കരിഷ്യന്തി യഥാവിധി. അവര് ഉടനെ തന്നെ എത്തിച്ചേരും. അങ്ങയ്ക്ക് അർഹമായ യഥാവിധി അങ്ങയ്ക്കുള്ള പൂജകളൊക്കെ, അതിഥി പൂജകളൊക്കെ അവർ വന്നിട്ട് ചെയ്യും. യതിർ വിഷ്ണുസ്വരൂപോസി തസ്മാത്വം പൂജിതോമയ. ഞാൻ അങ്ങയെ പൂജിച്ചു,
ഭർത്താവില്ലാത്ത സമയത്തും വന്ന് അങ്ങയെ പൂജിച്ചതിന് കാരണം എന്താ? അങ്ങ് യതിയായ സന്യാസരൂപത്തിലുള്ള വിഷ്ണു ഭഗവാനാണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ പൂജിച്ചത്. ആശ്രമോ വിപിനേ ഘോരേ കൃതോസ്തി രക്ഷസാംകുലെ. ഈ രാക്ഷസന്മാർ നിറഞ്ഞിരിക്കുന്ന ഈ കാട്ടിൽ ആണ് ഈ ആശ്രമം നിർമ്മിച്ചിട്ടുള്ളത്. തസ്മാത്വാം പരിപൃച്ഛാമി സത്യം ബ്രൂഹി മമാഗ്രത. അതുകൊണ്ട് അങ്ങ്, ഞാൻ അങ്ങയോട് ചോദിക്കാം, എൻ്റെ അടുത്ത്, എൻ്റെ മുമ്പിൽ, മമാഗ്രത, എൻ്റെ മുമ്പിൽ അങ്ങ് സത്യം പറയൂ. കോസി ത്രിദണ്ഡി രൂപേണ വിപിനേത്വം സമാഗത. സന്യാസവേഷത്തിൽ ഈ വനത്തിൽ വന്നിരിക്കുന്ന അങ്ങ് ആരാണ് എന്നുകൂടി പറയൂ. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങ് ആരാണ് എന്നുകൂടി എന്നോട് പറയണേ എന്നാണ്. അത് കേട്ടപ്പോൾ രാവണൻ്റെ വാക്കുകളാണ് ഇനി നമ്മൾ 62 മുതൽ 69 കൂടിയുള്ള ശ്ലോകങ്ങളിൽ 8 ശ്ലോകങ്ങളിലൂടെ നമ്മൾ കേൾക്കണത്. രാവണൻ പറയുന്നു, ലങ്കേശോഹം മരാളാക്ഷി. ഹേ മരാളാക്ഷി, ആ താമരപ്പൂ പോലെയുള്ള കണ്ണുകളോട് കൂടിയവളെ, ഞാൻ ആരാണ്? ലങ്കേശോഹം, ഞാൻ ലങ്കയുടെ ആ അധിപനാണ്, ലങ്കാധിപതിയാണ്. ശ്രീമാൻ മന്ദോദരീപതി, ഞാൻ മണ്ഡോദരിയുടെ ഭർത്താവാണ്. ത്വൽകൃതേതു കൃതം രൂപം മയേദ്ധം ശോഭനാകൃതേ. ശോഭനമായ സുന്ദരമായ ആകൃതിയുള്ളവളെ, ഹേ സുന്ദരി, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ രൂപം സ്വീകരിച്ചത്. അതെന്താണെന്നാണെങ്കിൽ, ആഗതോഹം വരാരോഹേ ഭഗിന്യാ പ്രേരിതോത്രവൈ. എൻ്റെ ഭഗിനി, എൻ്റെ സഹോദരിയുടെ പ്രേരണയനുസരിച്ചാണ് ഞാൻ നിന്റെ സമീപത്തേക്ക് വന്നത്. ജനസ്ഥാനെ ഹതൗ ശ്രുത്വ, ജനസ്ഥാനത്ത് വച്ച് എൻ്റെ ഭ്രാതാക്കളായിരിക്കുന്ന ഖരദൂഷണന്മാർ കൊല്ലപ്പെട്ടതായി എൻ്റെ സഹോദരി വന്ന് എന്നോട് പറഞ്ഞു. അംഗീകുരു നൃപം മാം ത്വം ത്യക്വാ തം മാനുഷം പതിം. അതുകൊണ്ട് രാജ്യം നഷ്ടപ്പെട്ട് ഐശ്വര്യം പോയി സൈന്യമില്ലാതെ ഈ വനത്തിനകത്ത് ഹൃതരാജ്യം ഗതശ്രീകം നിർബലം വനവാസിനം. സത്യത്തിൽ എന്താ? ഐശ്വര്യമില്ല, സൈന്യമില്ല, കാട്ടിൽ കഴിയണു, കേവലം മനുഷ്യനായിരിക്കുന്ന ഒരു ഭർത്താവ്. ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് അംഗീകുരു നൃപം മാം ത്വം, രാജാവായിരിക്കുന്ന എന്നെ നീ ഭർത്താവായിട്ട് അംഗീകരിക്കൂ. പട്ടരാജ്ഞീഭവത്വം മേ മന്ദോദര്യുപരിസ്ഫുടം. സീതയെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണ് സീത എന്നറിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് പട്ടരാജ്ഞീഭവത്വം മേ, നീ എൻ്റെ പട്ടരാജ്ഞി, പട്ടമഹിഷിയായിട്ട് തീരും. മണ്ഡോദരിയുടെയും മുകളിലായി. ഇപ്പം എനിക്ക് മണ്ഡോദരി എന്നൊരു ഭാര്യയുണ്ട്, ശരിയാണ്, പക്ഷേ അവളല്ല പട്ടമഹിഷി, നീയാണ് ഇനി പട്ടമഹിഷിയായിട്ട് തീരാം. ദാസോസ്മി തവ തന്വങ്കി സ്വാമിനി ഭവ ഭാമിനി. ഹേ സുന്ദരി തന്വങ്കി, ഞാൻ നിന്റെ ദാസനാണ്, നീ എൻ്റെ സ്വാമിനിയായിട്ട് മാറൂ. ജേതാഹമാം ലോകപാലാനാം പതാമി തവ പാദയോ. ലോകപാലന്മാരുടെ മുഴുവൻ ജേതാവായിരിക്കുന്ന, അവരെ മുഴുവൻ കാൽക്കീഴിൽ വെച്ചിട്ടുള്ള ഞാനിതാ നിന്റെ കാക്കൽ വീണു. കരം ഗൃഹാണമേദ്യത്വം സനാഥം കുരു ജാനകി. എൻ്റെ കൈ പിടിച്ച് എന്നെ സനാഥനാക്കൂ എന്ന് പറയാണ്. പിതാതേ യാചിതപൂർവം, ഞാൻ നിന്നെ മുമ്പ് തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. മയാവൈ ത്വൽകൃതേ അബലേ, പണ്ട് ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്ത് പിതാതേ യാചിതപൂർവം, മുമ്പ് തന്നെ നിന്നെ യാചിച്ചിട്ടുണ്ട്. പക്ഷേ ജനകോ മാമുവാചേദ്ധം പണബന്ധോ മയാകൃത. പണം എന്നുള്ള രീതിയിൽ, പന്തയം എന്നുള്ള രീതിയിലാണ് നിന്റെ വിവാഹം എന്ന് ഞാൻ പന്തയം തീരുമാനിച്ചു പോയി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പക്ഷേ ആ പന്തയത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. രാവണൻ ശിവഭക്തനാണ്, അല്ലേ? അതുകൊണ്ടാണ് പറയണത് രുദ്രചാപ ഭയാന്നാഹം. രുദ്രചാപത്തെ, ആ ത്രയംബകം എന്ന വില്ല് കുലയ്ക്കുന്നവർക്കാണ് നിന്നെ കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ അതേക്കുറിച്ച് എനിക്ക് പേടിയുള്ളത് കൊണ്ട് ഭയന്നിട്ട് ഞാൻ ആ സ്വയംവരത്തിൽ എത്തിയില്ല. അന്നു മുതൽ മനോമേ സംസ്ഥിതം താവൽ നിമഗ്നം വിരഹാതുരം. അന്നു മുതൽ എൻ്റെ ഹൃദയം വിരഹതാപം കൊണ്ട്, നിന്നെക്കുറിച്ചുള്ള ആ ഓർമ്മ കൊണ്ട്, വിരഹം കൊണ്ട്
വല്ലാതെ തപിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. വനേത്ര സംസ്ഥിതാം ശ്രുത്വാ, നീ വനത്തിൽ താമസിക്കുകയാണെന്ന് കേട്ടിട്ട് പൂർവാനുരാഗമോഹിത, മുമ്പ് തന്നെ ഉണ്ടായ അനുരാഗം കൊണ്ട് മോഹവശതനായി ഞാൻ ആഗതോസ്മി അസിതാപാംഗി, ഞാനിതാ ഇവിടേക്ക് വന്നിരിക്കുന്നു. സുന്ദരി അസിതാപാംഗി സുമുഖി സഫലം കുരു മേ ശ്രമം, എൻ്റെ ഈ ശ്രമത്തെ നീ സഫലമാക്കണേ എന്ന് വളരെ മൃദുസ്വരത്തിൽ വളരെ അനുരാഗവിവശനായി രാവണൻ സീതാദേവിയോട് പറയുന്നിടത്താണ് 28ാമത്തെ അധ്യായം നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നത്. നാളെ നമുക്ക് 29ാമത്തെ അധ്യായത്തോടുകൂടി ആരംഭിക്കാം. അതിൽ ശ്രീരാമചന്ദ്രസ്വാമി ആ മാനിൻ്റെ അടുത്തേക്ക് പോയ സമയത്ത് രാവണൻ സീതയെ അപഹരിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഒഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു.
ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.